പുള്ളി എന്നെ വെള്ളം പുതപ്പിച്ച് കിടത്തുമെന്നും എൻ്റെ കൂടെ നടക്കുന്ന പ്രവർത്തകരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നെ അധികം നാൾ കാണേണ്ടതായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇന്ന് സമരത്തിന് വന്നപ്പോൾ നമ്മുടെ CI എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, നിങ്ങളുടെ പക്വതയില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇത് നടത്തുന്നത്. നിങ്ങൾ മുൻകൈ എടുത്ത് നിങ്ങൾക്ക് നടത്താൻ ഇതില്ലേ, സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്ത് എന്നെ അകത്തിടുമെന്നും പറഞ്ഞിട്ടുണ്ട്. തടഞ്ഞില്ല, നമ്മൾ തടഞ്ഞില്ല, നമ്മൾ ബിനു പാസ്റ്റിനെ അറസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നടക്കുന്നുണ്ട്. ഇല്ല, പുള്ളിയുടെ ഇതിന് ലൈസൻസ് ഇല്ല. ബോർഡ് വെച്ച് പ്രവർത്തിക്കണമെങ്കിൽ ലൈസൻസ് വേണം. ഇത് ഓഡിറ്റോറിയത്തിൻ്റെ പെർമിറ്റ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കേസ് എടുത്തിട്ടില്ല, നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെ പേരിൽ. ഇപ്പോൾ ആ വ്യക്തിയും കൊടുത്തിട്ടുണ്ട്, ഓഡിറ്റോറിയം ഉടമയും കൊടുത്തിട്ടുണ്ട്. ഇന്നലെ തൊട്ട് ഒഴിഞ്ഞു മാറാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. പുള്ളിയെ കുറേ രാഷ്ട്രീയ കക്ഷികൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ കയറി ഇത് നടത്തി കഴിഞ്ഞാൽ എല്ലാം അടിച്ച് തകർക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് എന്നെ എൻ്റെ കയ്യിൽ ഈ നോട്ടീസ് കൊണ്ടു തരികയും ഞാൻ പഞ്ചായത്തിലുള്ള ഒരു സ്ഥാപനം നശിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ചോദ്യം വരുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഇതിൽ വന്നത്. അല്ലാതെ പറയുന്നത് പോലെ പഞ്ചായത്ത് പ്രസിഡൻ്റ് അല്ല ഇതിലൊന്നും മുൻകൈ എടുത്ത് വന്നേക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലല്ല ഇത് നടന്നതും. വൃദ്ധസദനത്തിൻ്റെ പേരിൽ ഇവിടെ വരുന്ന കുഞ്ഞുങ്ങളെയാണ് അവിടെ കൊണ്ടുപോയേക്കുന്നതിനാണ് നമുക്ക് കഴിയാൻ കഴിഞ്ഞത്. നമുക്ക് കുറച്ച് വീഡിയോസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അല്ലാതെ നമുക്ക് അങ്ങനെ ഒരാളോട് വ്യക്തിപരമായിട്ട് പുള്ളി പറയുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല, എനിക്ക് അറിയത്ത പോലും ഇല്ല. ഇങ്ങനെ ഒരാൾ ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഭീഷണി മുഴക്കിയിട്ടുണ്ട്. പുള്ളി എന്നെ വെള്ളം പുതപ്പിച്ച് കിടത്തുമെന്നും എൻ്റെ കൂടെ നടക്കുന്ന പ്രവർത്തകരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നെ അധികം നാൾ കാണേണ്ടതായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ പഞ്ചായത്ത് ഞങ്ങൾ എന്തിനു പോയി എന്ന് ഓമല്ലൂർ പഞ്ചായത്ത് എന്നുള്ള രീതിയിലാണ് വാർത്ത, നിങ്ങളും കണ്ടു കാണുമല്ലോ. വാർത്ത കണ്ടേക്കുന്നത് നമ്മൾ അങ്ങനെയാണ്. അത് കണ്ടുകൊണ്ടാണ് നമ്മൾ അവിടെ എത്തിയത്. ഓമല്ലൂർ പഞ്ചായത്തിൽ എവിടെയാണ് ഇത് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അവിടെ എത്തിയത്. അവിടെ എത്തിയപ്പം നമ്മൾ കണ്ട കാര്യം ഇങ്ങനെയൊക്കെയാണ്. അത് നമ്മളാണ് ഈ ചാനലിലൂടെ പുറത്ത് കൊണ്ടുവന്നത്. ഇന്ന് അവർ അറസ്റ്റിലുമായി. പക്ഷേ അതൊന്നും നമുക്കിനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിവിടെ കണ്ട കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ആ പ്രശ്നം നടന്ന അന്ന് രാത്രി എനിക്കിവിടെ തുറന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്തൊരു ആളെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്രാർത്ഥന നടത്തുന്ന പ്രാർത്ഥനാ കേന്ദ്രത്തിൽ നമുക്ക് ഏത് ദിവസമാണെങ്കിലും ചൊവ്വയോ വെള്ളിയോ ഞായറോ ശനിയോ എന്ന് വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥന നടത്താം. പക്ഷേ എന്തിനാണ് ഈ ഒരാളെ കൊണ്ട് അന്ന് വന്ന ആളാണെന്നും പറഞ്ഞു. അന്ന് വന്ന ആളെ ഒരു പരിചയമില്ലാത്തടത്ത് കൊണ്ട് പൂട്ടിയിട്ടാൽ നമ്മൾ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഓഡിറ്റോറിയത്തിൻ്റെ ആളുകൾ ഈ നോട്ടീസ് തന്നപ്പോൾ അവരുടെ സ്ഥാപനത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പഞ്ചായത്തിൻ്റെ മേൽ വരുമെന്നുള്ള ഇതുകൊണ്ടുമാണ് നമ്മൾ ഇന്ന് ഇത് ഇടപെട്ടേക്കുന്നത്. ഇവിടെ ഇന്ന് സമരത്തിന് വന്നപ്പോൾ നമ്മുടെ CI എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, നിങ്ങളുടെ പക്വതയില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇത് നടത്തുന്നത്. നിങ്ങൾ മുൻകൈ എടുത്ത് നിങ്ങൾക്ക് നടത്താൻ ഇതില്ലേ, സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്ത് എന്നെ അകത്തിടുമെന്നും പറഞ്ഞിട്ടുണ്ട്.